ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജന സർവീസായിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജന സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, അതൊക്കെയാണ് മെയിൻ. സ്പീഡോമീറ്റർ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 1-2 കംപ്ലയിൻസുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒന്ന് ഓൾറെഡി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, പിന്നെ കോൺസെപ്റ്റ് ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം അത് വണ്ടി നമ്മൾ സ്ട്രേറ്റ് റോഡിൽ ഓടുന്ന സമയത്ത് ചെറിയൊരു പിടുത്തം പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് കിടന്ന് ഓടണം. ബ്രേക്ക് കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക് ലോഡായിട്ട് കറങ്ങാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് വീലൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. കമ്പനി ലൈനർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ്. ഹബിനതിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തിടാം. കാരണം ഈ കൂടുതലും മഴയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ചെയിൻ പെട്ടെന്ന് ലൂസാവും. അപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ഓയിൽ കൊടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ചെയിൻ്റെ ലൈഫ് നേരെ കുറയും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എയർ ഫിൽറ്റർ തന്നെ യൂസ് ചെയ്യാം. പ്രോബ്ലം ഒന്നും നിലവിലായിട്ടില്ല. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് കേബിൾ പൊട്ടിപ്പോയതാണ്. ഇന്നർ പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേബിൾ അസംബ്ലി നമുക്ക് മാറ്റിയാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, അത് ഇവിടെ ഒരു കേബിൾ ഇവിടെ ലോഡായിട്ട് നിൽക്കാം. അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്, ഒരു കേബിൾ. ആ കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ലോഡായേക്കണാണ് ആ പ്രോബ്ലം കാണിക്കാൻ കാരണം. അത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഒരു സ്മൂത്ത് അല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു റീസണും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കേബിൾ നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റിയിടേണ്ട സംഭവമാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, വണ്ടി ആമറോൻ്റെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്, 13.15 കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ലോഡിലേക്ക് കൊടുക്കുമ്പോണ്ട് ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 7 കുറയുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കാണിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ കാണിക്കും. അതായത് ഇപ്പോൾ നിലവിൽ സെൽഫ് എടുക്കുമ്പോൾ വണ്ടി എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കേണ്ടത്. അത് ഓൾറെഡി സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. സ്വിച്ച് ക്ലിയർ ചെയ്താലാണ് ആ ഭാഗം ഓക്കെ ആവുള്ളൂ. പക്ഷേ സ്വിച്ചിൻ്റെ കേസ് കറക്റ്റ് ആവുമ്പോഴും ഈ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടും സെയിം കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്വിച്ച് ഒന്ന് മാറ്റി പുതിയത് വെച്ച് കണക്ട് ചെയ്ത് നോക്കണം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്വിച്ച് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരാം. ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിക്കും കേട്ടോ. അതായത് സ്വിച്ച് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ്, സ്വിച്ച് മാറ്റി പുതിയത് ഇടണം. പ്ലസ് ഇതിൻ്റെ കേസും കൂടിയും അത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. നിലവിൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, താമസിയാണ്ടത് കംപ്ലയിൻറ്റിലേക്ക് വരും. കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, ആംബിയർ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പ്ലഗ് കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലഗ്ഗാണ്. ബ്രേക്ക് കേബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകണം. ബ്രേക്ക് കേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് അതിൻ്റെ കണക്ഷൻ വരിക. ബാക്ക് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ ഈ ഭാഗത്തു നിന്ന് കണക്ഷൻ വന്നിട്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്കിടെ പോയിട്ടാണ് ആ ഭാഗത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് ടാങ്കൊക്കെ അഴിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഓൾറെഡി നമ്മൾ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ്. അത് അഡീഷണൽ നമുക്ക് ടൈം വേണ്ടി വരുന്ന വർക്കാണ്. അപ്പോൾ അതിന് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഹാൻഡിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ റേസ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിയിരിക്കുക. അതുകൊണ്ടോ ഈ ഭാഗത്ത് പൊട്ടിയിരിക്കുകയാണ് ആക്സിലേറ്റർ കേബിൾ. ഔട്ടർ പൊട്ടിയിട്ട് ഇന്നർമേണ് നിൽക്കണേ. അത് ആക്സിലേറ്റർ കേബിൾ മാറ്റിയാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് വീല് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടും കൂടി ആയിക്കോളൂ. ഫ്രണ്ട് അഴിച്ചതിൻ്റെ ബ്രേക്ക് ക്യാമ്പ് തുടങ്ങിയിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. കോൺസെപ്റ്റിൻ്റെ കേസ് നിലവിൽ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഓടിക്കുക, നിങ്ങൾക്കതൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാറ്റിയാൽ മതി. ടൈറ്റ് കാണിച്ച് തുടങ്ങിയാലാണ് നമ്മളിപ്പോൾ കണ്ട കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്കതൊരു ഓടിക്കുന്ന സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതഴിച്ച് നെക്സ്റ്റ് സർവീസിൽ ആണെങ്കിൽ അടുത്ത സർവീസിൽ അതഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്യുക. അപ്പോഴാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതനുസരിച്ചിട്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ ഗ്രാജുവലി കൂടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്വിച്ച് സെൽഫിൻ്റെ സ്വിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻജിൻ ഓയിൽ, ജനറൽ സർവീസ്, പിന്നെ ആക്സിലേറ്റർ കേബിൾ, ബ്രേക്ക് കേബിളൊക്കെ മാറുന്നതിൻ്റെ ലേബർ ചാർജ് അഡീഷണൽ വരാം. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി നേരത്തെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.